ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോഡ്കാസ്റ്റ് പോലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്ക് വായി തോന്നുന്നതൊക്കെ ഞാൻ പറയും, ദാറ്റ്സ് ഇറ്റ്. ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന പരിപാടി എല്ലാവർക്കും തന്നെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്താ പറയണേ, ബാക്കിയുള്ളവർ കളിയാക്കും, കസിൻസ് കളിയാക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ കളിയാക്കും, വീട്ടുകാർ കളിയാക്കും, കൂട്ടുകാർ കളിയാക്കും, നാട്ടുകാർ കളിയാക്കും. ഇതൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. അപ്പോൾ ആ ഒരു തോട്ടോട് കൂടി കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും തുടങ്ങുക പെട്ടെന്ന് തന്നെ. ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് 2020 തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ 2026 എത്തി നിൽക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു ധൈര്യമൊക്കെ വെച്ച് തുടങ്ങിയത്. അപ്പം ചിലപ്പോൾ 5-6 കൊല്ലം എടുക്കും, ചിലപ്പോൾ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ 5-6 കൊല്ലത്തിനിടയിൽ ഞാൻ ഇത് തന്നെ അല്ലായിരുന്നു പരിപാടി. പക്ഷേ കുറേ നേരം നിർത്തി, കുറച്ച് ആൾ തുടങ്ങി, കുറച്ച് ആൾ പിന്നെയും നിർത്തി. അങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ്. ഈ ഇതെന്നാ പറയണേ, ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ പരിപാടി പെട്ടെന്ന് തുടങ്ങുക, ആക്ഷൻ എടുക്കുക ഗൈസ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയെ ലയണൽ മെസ്സിയായിട്ട് താരതമ്യം ചെയ്യണതിൽ ഭയങ്കര കുറേ പേർക്ക് എതിർപ്പുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് അങ്ങനെ എതിർപ്പൊന്നുമില്ല ഗൈസ്, കാരണം ഞാൻ റൊണാൾഡോ ഫാനാണ്. പക്ഷേ അതിലുപരി പുള്ളി അത് അർഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 5 ബാലൻഡിയോർ ഉണ്ട് ഗൈസ് പുള്ളിക്ക്. മെസ്സിക്ക് 8 ഉണ്ട്. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്. മെസ്സി ബാഴ്സലോണയിൽ മാത്രം കളിച്ച് 17 കൊല്ലം കളിച്ചു വളർന്ന ആളാണ്. റൊണാൾഡോ ബാഴ്സലോണയിൽ കളിച്ചെങ്കിലോ റയൽ മാഡ്രിഡ് മാത്രം അദ്ദേഹത്തിന് 9 ഇയറിൽ നിന്ന് 438 ഗോള്, അല്ല 438 മത്സരത്തിൽ നിന്ന് 450 ഗോളുണ്ട്. അപ്പം മെസ്സി കളിച്ച ബാഴ്സലോണയുടെ ഒരു ഈസിനെസ് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ, അല്ല ഈ സ്പാനിഷ് ലീഗിന്റെ. റൊണാൾഡോ എത്ര വർഷം കളിച്ചു? നമ്മുടെ 6+3 അല്ല 6+2 കൊല്ലം കളിച്ചു, 8 കൊല്ലം കളിച്ചു ഇവിടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. അപ്പോൾ അവിടുത്തെ ഡിഫിക്കൽറ്റിയും ഇവിടുത്തെ ഡിഫിക്കൽറ്റിയും ഭയങ്കര വ്യത്യാസമാണ്. അതുമല്ല, ആ എറയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എറയിൽ അങ്ങനെ ഗോൾ സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയായിരുന്നില്ല. അതിന് പകരം പ്ലേ മേക്കിങ്ങും അതൊക്കെ ആയിരുന്നു. റൊണാൾഡോ വന്ന ഒരു സമയത്ത് ഗോൾ സ്കോറിങ്ങിന് ഇത് കൂടിയത്, അല്ലെങ്കിൽ എന്നാ പറയണേ, ഈ സ്പ്രെഡ്ഷീറ്റിന്റെ കാലഘട്ടം തുടങ്ങിയത് പിന്നെയാണ്, ഒരു 2010 തൊട്ടാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പുള്ളി ഗോളും അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പം റൊണാൾഡോ എന്തുകൊണ്ട് അർഹനാകുന്നു? യാമി കരകരൊക്കെ പറയുന്നത് റൊണാൾഡോ കനോട്ട് റൺ എ ഗെയിം, ഹീ ഈസ് ഓൺലി എ ഗോൾ സ്കോറർ എന്നാണ്. ഗൈസ്, ക്രിസ്ത്യാനോ ഒരു ഗോൾ സ്കോറർ മാത്രമാണെങ്കിൽ മെസ്സിയായിട്ട് ഈ താരതമ്യം ഫസ്റ്റിലേ തന്നെ വരുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ലെവൻഡോസ്കി ഉണ്ട് ഗോൾ സ്കോററായിട്ട്, സുവാരസ് ഉണ്ട്, നമ്മുടെ ബെൻസേമയുണ്ട്, അതുപോലെ തന്നെ പ്ലേ മേക്കേഴ്സായിട്ട് നെയ്മർ ഉണ്ട്, റൊണാൾഡീഞ്ഞോ ഉണ്ട്, സിദാനുണ്ട്. ഇവരൊന്നും മെസ്സിയായിട്ട് താരതമ്യം ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം എന്നാ, റൊണാൾഡോ ഗോൾ സ്കോറർ ആയതുകൊണ്ട് മാത്രം അങ്ങനെയൊക്കെ താരതമ്യം ചെയ്യപ്പെടുമോ അങ്ങനെയാണെങ്കിൽ? അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, റൊണാൾഡോ അങ്ങനെ താരതമ്യം ചെയ്യപ്പെടാനുള്ള കാരണം മെയിനായിട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളി ഓരോ മാച്ചുകൾ ഡിസൈഡ് ചെയ്തു. പുള്ളി ഹെഡ്ലൈൻസിൽ ഇടം നേടി. പുള്ളി ആയിരുന്നു ഹെഡ്ലൈൻ, മെസ്സിനേക്കാളും വലിയ ഹെഡ്ലൈൻ. അതായത് പുള്ളി ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഏരിയ ഇല്ല. ഒരാൾക്കാരെ വർക്ക് എത്തിക് തൊട്ട് ഫാഷൻ സെൻസ് തൊട്ട് എല്ലാ പരിപാടിയും പുള്ളിയുണ്ട്. റൊണാൾഡോ ഈസ് ദ ഹെഡ്ലൈൻ മാൻ. സോ ഹി കെയിം ടു എന്താ പറയുക, കമ്പാരിസൺ വിത്ത് മെസ്സി. ദാറ്റ്സ് ഇറ്റ്, ആക്സെപ്റ്റ് ഇറ്റ് മാൻ. അല്ലാണ്ട് 2020 ശേഷം അദ്ദേഹത്തിന്റെ കരിയർ കുറച്ച് ഡിപ്പായി പോയി, അല്ലെങ്കിൽ അദ്ദേഹം വന്ന് പെനാൽറ്റി ബോക്സ് ചെയ്യുന്ന ഗോൾ അടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ 2003 തൊട്ടുള്ള 17 വർഷത്തെ കരിയർ ഇല്ലാണ്ടാവുമോ? ഇതൊക്കെ എവിടത്തെ ന്യായമാണ് ജാമി കാരഗർ? പിന്നെ തിയറി ഹെൻറി പറയണ റിയൽ റൊണാൾഡോ ഈസ് R9. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 30 വയസ്സിന് ശേഷം R9 കൂടുതൽ ഗോളുണ്ട്. അത് മാത്രം മതിയില്ലേ തിയറി ഹെൻറി? പിന്നെ നമ്മുടെ ഹസാഡ് പറയണ പുള്ളിയുടെ പ്യുവർ ഫുട്ബോളാണ് പ്യുവർ ഫുട്ബോൾ എന്ന്. ക്രിസ്ത്യാനോ 2009 വരെ കളിച്ചതാണ് ബ്രോ ഫുട്ബോൾ. ബിഫോർ നെയ്മറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ, അറിയാവോ? നമ്മളൊക്കെ റൊണാൾഡോയുടെ ഫാനായത് തന്നെ അദ്ദേഹത്തിന്റെ സ്കിൽസ് കണ്ടുകൊണ്ട്, അല്ലാണ്ട് നിന്റെ ഒന്നും സ്കിൽസ് നമ്മൾ യൂട്യൂബിൽ തപ്പിയിട്ടില്ല മച്ചാനെ. അപ്പോൾ അത് നീ ഓർമ്മ വെച്ചോ. പിന്നെ വേറെ ആരാ പറഞ്ഞേക്കണേ റൊണാൾഡോനെ കുറിച്ച്? കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജനിച്ചു വീണേക്കണ ക്രിയേറ്റേഴ്സും അനലൈസേഴ്സും ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നവന്മാരൊക്കെ റൊണാൾഡോനെ ഇടിച്ചു താഴ്ത്താൻ ഭയങ്കര ഇതാ. പുള്ളിക്കൊരു വേൾഡ് കപ്പും കൂടെ കിട്ടിയാണ്ടല്ലോ, ഞങ്ങൾ ഈ പുള്ളിനെ ഭൂമിയിലൊന്നും നിർത്തൂല, പുള്ളിനെ ഒന്ന് പൊക്കി കെട്ടി വെക്കും. ഓക്കെ, വേൾഡ് കപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായി, ഞാൻ സമ്മതിക്കുന്നു. പിന്നെ മെസ്സി ഒരു അതർ വേൾഡ്ലി ഫുട്ബോളറാണ്. അത് ഈ റൊണാൾഡോ ഫാൻസ് ചിലർ അംഗീകരിക്കൂല. അത് കളി അറിയാൻ പാടാത്തതാണ്. അമ്മമാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മമാരെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള ഇന്നത്തെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ തളപതി വിജയ് ജയിച്ചു വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പുള്ളിയുടെ ഒരു പണ്ടത്തോട്ടുള്ള സ്വപ്നമാണ് ബ്രോ. എന്താ പറയണേ, ഇലക്ഷനിലൊക്കെ വന്ന് ജയിക്കണം, അല്ലെങ്കിൽ തമിഴ്നാടിനെ ഭരിക്കണം എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി നല്ലത് ചെയ്യണം. പുള്ളി ഈ 100-300 കോടി സാലറിയും വിട്ടിട്ട് ഇവിടെ വന്നേക്കണം എന്തിനാണ്?
നല്ലത് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. ഇപ്പൊ ആൾക്കാർ പറയേണ്ടത് 10-300 കോടി കിട്ടാൻ 3000 കോടി അടിക്കാനുള്ള പരിപാടിയാണെന്ന് പറയേണ്ടത്. അത് എന്തും ആയിക്കൊള്ളട്ടെ, പുള്ളി കുറേയൊക്കെ അടിച്ചോട്ടെ, എന്നാലും നല്ലത് കുറേയൊക്കെ പുള്ളി ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയേണ്ടത്. കാരണം വിജയ് എന്ന് പറഞ്ഞാൽ വിജയ് തന്നെയാണ്, അത് മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത കേസ് എന്നാ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിയേറ്റേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നാ പറയണേ, അവരവരുടെ ജീവിതമൊക്കെ ഇടുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടന്റ്. റോ ആയിട്ട് അങ്ങ് പറ, നിങ്ങളായിട്ട് തന്നെ അങ്ങ് നിൽക്കുക. അല്ലാണ്ട് ചുമ്മാ മറ്റേ എന്നാ പറയണേ, ഹുക്കും നോക്കിപ്പോയി, അല്ലെങ്കിൽ കുറെ #ടാഗ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ കുറെ പേരെ ടാഗ് ചെയ്തുകൊണ്ടോ അതൊക്കെ ഗുണം ഉണ്ടാവും. പക്ഷെ ഇതിലൊന്നും അല്ല മെയിൻ കാര്യം. നമ്മുടെ കോണ്ടന്റിന്റെ ഒരു എന്നാ പറയണേ, അതിന്റെ ഉള്ളിലുള്ള ആ ഒരു സാധനം, അതിന്റെ ഒരു സ്വത്ത, ആ സാധനമാണ് സാധനം. അപ്പൊ അത് പിടിക്കുക.